ഒരു ചട്ടി അങ്ങോട്ട് വെക്കുക. ഇതേപോലെ എളുപ്പം ചീരയുടെ തണ്ട്, ഒരു പച്ചമാങ്ങ, ഞാൻ ഒരു 3-4 പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നത്, ഒരു കഷ്ണം ഇഞ്ചി, 2 പഴുത്ത തക്കാളിയും കൂടെ അങ്ങോട്ട് എടുക്കാം, ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ ഒന്ന് മുറിച്ചങ്ങോട്ട് ഇടുക, മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്തിരി കളറിനൊക്കെയാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. ഇനി കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കാര്യം ഇതൊന്ന് വേകണം. ഒന്ന് അടച്ചു വെക്കാം. ഒരു ചാറ് അങ്ങോട്ട് എടുക്കുക, തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടുക, മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളകാണ്. കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇത് നന്നായിട്ട് നരച്ചിട്ടുണ്ട്. ഇതേപോലെ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു പോകാം. അപ്പോൾ നല്ലപോലെ തിളയായിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ അയല, ഈ കുഞ്ഞനയല എല്ലാം കൂടെ പറക്കി അങ്ങോട്ട് ഇടാം. അപ്പം മീനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ഇതിൻ്റെ അകത്ത് പൊടിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ആ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടി ഇടും. ഇനി ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. നമുക്ക് ഒന്ന് കറക്കി 1-2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇതങ്ങോട്ട് താത്ത് വെക്കുകയാണ്. റെഡി ആയതിന് ശേഷം ഒരു ചീരത്തിൻ്റെ അടുപ്പത്തിട്ട് വെക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊരല്പം ഉലുവ മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അല്പം കറിവേപ്പിലയും കൂടെ നമുക്കിത് മീൻ കറിക്കകത്തോട്ട് ഒഴിക്കാം. ഏതായാലും ഇച്ചിരി ചോറ് ഇരിപ്പുണ്ട്. ഇച്ചിരി കറിയൊന്നും എടുക്കട്ടെ. നല്ല ടേസ്റ്റാണ്. വലിയ കാശ് മുടക്കൊന്നും ഇല്ല. നല്ല രുചികരമായ ഒരു കറി തന്നെ. ചോറിടാൻ ഇതൊക്കെ മതി. പോരെ.